MTN News, Malayalam Television Network. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേങ്ങര യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളനം KVVS യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അക്രം ചുണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. വേങ്ങര യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പറയാനുള്ളത്, ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ വളരെ ശക്തമായ രീതിയിൽ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചു പോരുന്ന ഒരു യൂണിറ്റാണ് വേങ്ങര യൂണിറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടുള്ള കഴിഞ്ഞ ടൈമിൽ അസീസാജിയാണ്, സൈനുദ്ദീൻ ആജനൊക്കെ അവരൊരു ടീം വർക്കിന്റെ ഫലമായിട്ട് ഒരു ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ വിജയം ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നു. നമുക്കറിയാം, ഏത് കാലഘട്ടങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിന്റെ, ദുരിതം പേർന്ന വ്യാപാര സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ ശക്തി പകരുന്ന, ഊർജം പകരുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്വീകരണ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ KM ഷാജി സാഹിബിനാണ് സ്വീകരണം നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തോന്നുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ ഒരു മൂന്ന് ടൈമിലായി കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിൽ മത്സരിച്ച് അദ്ദേഹം മന്ത്രിയാവുന്ന സമയത്ത് അത് മലപ്പുറം ജില്ലയിൽ നിന്ന് വേങ്ങര മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന, ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തപ്പെടേണ്ട ഒരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. MK സൈനുദ്ദീൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ കാര്യങ്ങൾ, നമ്മുടെ വ്യാപാരികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മോട് ചർച്ച ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാലഘട്ടത്തിൽ നമ്മളുമായി എല്ലാ ബന്ധങ്ങളും നമ്മുടെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വേങ്ങര ഒരു പിടിച്ചു വരാൻ നമുക്ക് താൽക്കാലികമായി ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ബൈപ്പാസ് നമുക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് താൽക്കാലികം പോയെങ്കിൽ വേറൊരു ബൈപ്പാസ് നമ്മളെ വേങ്ങര പഞ്ചായത്ത് നമ്മൾ മുന്നോട്ടാക്കാൻ നേതൃത്വത്തിൽ ഒരു പുഴയാർ ബൈപ്പാസ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ നമ്മൾ കൂടി കൊടുക്കുകയാണ്. നമുക്ക് അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വേങ്ങരയിൽ കൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണം, കാരണം പെരുന്തൽമണ്ണ, പാലക്കാട് വിളിച്ച് മലപ്പുറം വിളിച്ച് പോകുന്ന, കോഴിക്കോട് പോകുന്ന എല്ലാ വണ്ടികളും, മംഗലാപുരം പോകുന്ന വണ്ടികൾ വരെ ഈ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇതിനാണ് പെട്ടെന്ന് കാണാം. NH 66 കയറി കഴിഞ്ഞാൽ 20-25 മിനിറ്റോട് കോഴിക്കോട് എത്തുന്ന അവസ്ഥയാണ്. അപ്പൊ എല്ലാ വണ്ടി ഇതിലെ പോകുന്നതോടുകൂടി വേഗം ടൗൺ കൂടുതൽ തിക്ക് ട്രാഫിക് ജാം ആയിപ്പോയി. അതോടുകൂടി തന്നെ നമുക്കറിയാം, നമ്മളെ ഓട്ടോറിക്ഷകളും മറ്റുള്ള പാർക്കിങ്ങും മറ്റുള്ള അനധികൃത കച്ചവടങ്ങളും കൂടി കൂടിയിട്ട് നമ്മൾ അങ്ങാടി ആകേണ്ട അനുഭവപ്പെട്ട് കിട്ടും. അതിന് പരിഹാരം നമ്മുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ നമ്മുടെ മന്ത്രി എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വ്യവസായ പോലീസും പിന്നെ പീഡബ്ല്യൂഡിയും എല്ലാം കൂടെ ഒന്നിച്ചിരുന്നാൽ നടക്കുന്ന കാര്യങ്ങൾ. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മന്ത്രി വേങ്ങരയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ വിശദീകരിച്ചു. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ ഊരകം കുറ്റാളൂർ മുതൽ വേങ്ങര കച്ചേരിപ്പടി വരെ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ആകാശപാത നിർമ്മിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഒറ്റത്തൂണിൽ 11 മീറ്റർ ഉയരത്തിൽ 3 വരിയിലാണ് 2.5 കിലോമീറ്റർ ദൂരമുള്ള ആകാശപാത വിഭാവനം ചെയ്യുന്നത്. ഇതിന് താഴെയായി 6 മീറ്റർ വീതിയിൽ സർവീസ് റോഡും പാർക്കിംഗ് സൌകര്യവും ഒരുക്കും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാക്കി വരികയാണ്. വേങ്ങര ടൌണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടാണ് ഈ വകുപ്പ് സത്യത്തിൽ പാർട്ടിയോട് ചോദിച്ചു വാങ്ങിയ വകുപ്പാണ്. വകുപ്പിലേക്ക് വന്നപ്പോഴാണ് ഇതിന്മാതിരി വലുപ്പവും അത്ര വലിയൊരു അടങ്ങതും ഒക്കെ ഉള്ള വകുപ്പാണെന്ന് മനസ്സിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട്, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമ പറയുന്നുണ്ട്, സംസാരിക്കാൻ വയ്യാത്ത ഒരു പെണ്ണിനാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ജീവിതത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആ കല്യാണം കഴിച്ച്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ വമ്പിച്ച കുഴപ്പമാണ് തരുന്നത്. അതുമാതിരി ഈ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുന്ന രീതിയിലെടുത്ത വകുപ്പാണ്
നോക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്ത വകുപ്പാണെന്ന് മനസ്സിലാണ് എനിക്ക് അറിയപ്പെടുന്നത്. ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു വകുപ്പാണ്, ചെതറി കിടക്കുന്ന, എന്നാൽ സാധാരണ മനുഷ്യനൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു വകുപ്പാണ്. ഇപ്പോൾ ഒരു ആധികാരികമായിട്ട് ആ വകുപ്പിനെ കുറിച്ച് സംസാരിക്കാവുന്ന പക്വതയിലേക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ടായി വരുന്നത് സത്യം പറഞ്ഞു. പഠിക്കാതെ നമ്മൾ കയറിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. പഠിച്ചിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ ഓതൻറ്റിസിറ്റി കിട്ടുക. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളുടെ ഫീലിങ്സുകൾ അതെങ്ങനെ ജനങ്ങളുമായി ചേർന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന ഒരു ആലോചനകളാണ്. 1-2 കാര്യങ്ങൾ ആലോചിച്ച് വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വ്യാപാരികൾക്കും അതുപോലെ കെട്ടിട ഉടമകൾക്കൊക്കെ ആയ ആളുകൾക്ക് അറിയാം. പലപ്പോഴും ഈ ബിൽഡിങ്ങുകളുടെ ഏറ്റവും മുകളിലെ നില ചുമ്മാ അങ്ങനെ കിടക്കും. അത് ട്യൂട്ടോറിയൽ കോളേജും ജിമ്മിനൊക്കെയാണ് കൊടുക്കുക. പൈസ ഒക്കെ മുതലാളിമാർ വാങ്ങും, പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടില്ല, ഗവൺമെന്റിയൊക്കെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല, അങ്ങനെ പോവാണ്. അത് കേരളത്തിലെ അത്തരത്തിൽ വരുന്ന മുഴുവൻ ഏരിയകളെയും റെഗുലറൈസ് ചെയ്യുന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ വന്നാൽ വലിയൊരു വരുമാനം പഞ്ചായത്തുകൾക്ക് കിട്ടാനിടയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളിൽ വലിയ കാര്യമില്ലാതെ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് റെഡിയാക്കി എടുക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സീരിയസ് ആയിട്ട് ആലോചിച്ച് വരുന്നുണ്ട്. ഇന്നിപ്പം ഇവിടെ വരുമ്പോൾ വേങ്ങരയിൽ നമ്മുടെ ശ്രദ്ധയിൽ തന്നെയുള്ള കുറേ വിഷയങ്ങൾ വേങ്ങര വന്നത് മുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വേങ്ങരയുടെ ട്രാഫിക്കാണ്. വേങ്ങരയിലെ ആളുകൾക്ക് ഒരുപാട് പരാതികളൊന്നും പറയാനില്ല. കുറേയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച നേതാക്കൾ പറഞ്ഞ പോലെ നല്ല മികച്ച ഒരു വ്യാപാര വ്യവസായികളുടെ കൂട്ടായ്മയുള്ള കുറച്ചൊക്കെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഏരിയയാണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവർക്ക് തന്നെ അവരുടെ ഒരു അന്തസ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഏരിയയാണ് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ ട്രാഫിക് വലിയ പ്രശ്നമാണ്. നമ്മളുടെ നഗരവും നമ്മളുടെ പ്രദേശവും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഭാഗമാണത്. ഡെവലപ്മെന്റ്സുകൾ കൂടുമ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ആ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വേങ്ങര അനുഭവിക്കുന്നത്. അല്ലാതെ വണ്ടികൾ കൂടിയത് നമ്മുടെ ഒരു മോശത്തരം കൊണ്ടല്ല, നമ്മളുടെ നാടും നമ്മുടെ വഴിയും നന്നാവുന്നതിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ നാഷണൽ ഹൈവേയിലെ പുതിയ റോഡാണ് നമുക്ക് കൂടുതൽ ട്രാഫിക് വരാൻ കാരണം. ഇതൊരു എളുപ്പവഴിയായിട്ട് മലപ്പുറത്തേക്ക് അടക്കം ഉള്ളൊരു എളുപ്പവഴിയായിട്ട് മാറുകയാണ്. ആ എളുപ്പവഴി വേറൊരു അർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൻ്റെ പുരോഗതിയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായി വരും. ആ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പരിഹരിക്കാവുന്ന ചില മാർഗങ്ങളൊന്നും ഒരു സമാന്തര വഴി പറഞ്ഞു. ഇതിലെ ഈ ഫ്ലൈ ഓവറിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിൽ അതിൻ്റെ 2 കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളെ പ്രസിഡന്റുണ്ട്, അവതാരകോടെ ഉണ്ട്, 2 കാര്യങ്ങളെക്കുറിച്ചും സീരിയസ് ആയിട്ട് ആലോചിച്ചു. ചർച്ചകളിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിന് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. ഏകദേശം ഒരു 10-11 മീറ്റർ മുകളിൽ ഒരു 3 ലൈൻ വഴിയായിട്ടാണ് മുകളിലെ ഡിസൈൻ വെച്ചിരിക്കുന്നത്. താഴേക്ക് പക്ഷെ പറഞ്ഞിരിക്കുന്നത് 2.5 കിലോമീറ്ററിന് അടുത്ത് വരും അത് ലെങ്ത്. താഴേക്ക് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഫില്ലറാണ്. നേരത്തെ എൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഇത്തരം ഈ റോഡുകൾ വരുമ്പോഴുണ്ടാകുന്ന ഫില്ലറുകൾ വർദ്ധിക്കുമ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പക്ഷേ അവരിന്ന് പറഞ്ഞിരിക്കുന്നത് സർവീസ് റോഡുകളായിട്ട് ഏകദേശം 6 മീറ്ററോളം വരുന്ന സർവീസ് റോഡുകൾ താഴെ വീഴാനും പാർക്കിംഗ് അടക്കമുള്ള ഫെസിലിറ്റികൾ ഉണ്ടാകുന്ന തരത്തിൽ തന്നെ നമുക്കത് റീഡിസൈൻ ചെയ്യേണ്ടിടത്ത് റീഡിസൈൻ ചെയ്യാവുന്ന പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഫണ്ടും പേസും മറ്റു കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാം. പക്ഷെ അതെങ്ങനെയാണെന്ന് ഒരു പഠനം കൂടെ കഴിഞ്ഞതിന് ശേഷം ആ വിഷയത്തിൽ ഒരു ആധികാരികമായ അഭിപ്രായം നമ്മൾ പറയുന്നു. രണ്ടാമത് ഇതിന് പറഞ്ഞൊരു സമാന്തര റോഡുണ്ട്, നമുക്കത് പരിഗണനയിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു ടീമിനെ ഇപ്പോൾ സ്വയം തയ്യാറായി വന്ന ഒരു ഫീസിബിലിറ്റി ടീമുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് വേങ്ങരയിൽ നടക്കേണ്ട കാര്യങ്ങളിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഒരു ടീമിനെ വേങ്ങരയിൽ വെച്ചിട്ട് അവരിപ്പോൾ റോഡിനെ കുറിച്ച് ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരതിൻ്റെ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ട്രാഫിക്കുള്ള ഇടങ്ങളിൽ സൗകര്യങ്ങൾ കുറഞ്ഞെടുത്ത് ട്രാഫിക് ലൈറ്റുകളും ഒക്കെ വന്ന് സിഗ്നൽ ലൈറ്റുകളൊക്കെ വന്നിട്ട് ഇത് പരിഹരിക്കുന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയ ഒരു വിങ്ങാണ്. ഞാൻ അവരോട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് അവർ മെനഞ്ഞാന്ന് എയുടെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഡോക്യുമെന്റ്സുകളൊക്കെ വാങ്ങി അതിന്റെ പഠനം നടക്കുന്നുണ്ട്. അതൊരു ഓൾട്ടർനേറ്റീവ് വേ ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ, ബ്ലോക്ക് വികസന സ്ഥിരം സമിതി ചെയർമാൻ അബു താഹിർ പാണ്ടിക്കടവത്ത്, AK ഷഹർബാൻ, KKH തങ്ങൾ, അബ്ദുൽ മജീദ് അച്ചനമ്പലം, അനീസ് പനക്കൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തകുമാരി, നെല്ലൂരാൻ മൊയ്തീൻ ഹാജി, ശിവശങ്കരൻ നായർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്.
ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.